ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ബിഗിനേഴ്സിനെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആട്ടോ. ബിഗിനേഴ്സിന് സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് വില്ലാട്ടോ. വില്ല് നമ്മൾ എവിടേക്ക് ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും വില്ല് നമ്മൾ എവിടെ ഉപയോഗിക്കാം. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് നമ്മൾ വില്ല് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ലേ. അപ്പോൾ ഇനി അറിയാത്തവർ നിങ്ങളിവിടെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലാവും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വില്ല് മനസ്സിലാക്കി വെച്ചാൽ, അതായത് വില്ലിൻ്റെ യൂസേജസ് മനസ്സിലാക്കി വെച്ചാൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ടോക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. ക്ലാസ്സിൻ്റെ അവസാനത്തിൽ നമ്മൾ ഈ കുറച്ച് എക്സസൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്തിട്ട് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ലാസ് മുഴുവനായിട്ട് കാണണം കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എല്ലാവരും ക്ലാസ് മുഴുവൻ കേട്ടിട്ട് നിങ്ങൾ ആ ഒരു എക്സസൈസും കൂടെ ചെയ്തിട്ട് സെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ വിൽ എന്ന് വെച്ചാൽ എന്താണ്? ചെയ്യും എന്നാണ് കേട്ടോ. ചെയ്യും എന്നാണ് മീനിങ് വരുന്നത് കേട്ടോ. ഓക്കെ, ചെയ്യും. അപ്പം നമ്മൾ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഞാൻ പോകും, അല്ലെങ്കിൽ ഞാൻ ചെയ്യും, ഞാൻ ഇവിടെ ഇരിക്കും, അല്ലെങ്കിൽ അവൻ അവിടെ പോകും, അവൻ ഇവിടെ ഇരിക്കും, അവനത് വാങ്ങും, അവനത് കഴിക്കും, അവർ നാളെ വരും. ഇങ്ങനെയൊക്കെ നമ്മൾ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതൊക്കെ പറഞ്ഞതില്ലേ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ നമുക്ക് ആര് വേണം? വില്ല് വേണം കേട്ടോ. അപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, ഐ വിൽ ഡു, ഞാൻ ചെയ്യും. ഐ വിൽ ഡു, ഞാൻ ചെയ്യും എന്നാണ് കേട്ടോ. അതായത് ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യമാണ്. സോ ഐ വിൽ ഡു. ഇനി നമുക്ക് എന്ത് പറയാം? ഐ വിൽ കം, ഞാൻ വരും. ഐ വിൽ കം, ഞാൻ വരും. ഇനി ഐ വിൽ പ്ലേ, ഞാൻ കളിക്കും. ഐ വിൽ പ്ലേ, ഞാൻ കളിക്കും. ദെൻ ഷീ വിൽ റീഡ്, ഷീ വിൽ റീഡ്, അവൾ വായിക്കും. ദെൻ ഷീ വിൽ റീഡ്, അവൾ വായിക്കും. ദേ വിൽ ഗോ, അവർ പോകും. ഇങ്ങനെയാണ് മീനിങ് വരുന്നത് കേട്ടോ. വില്ലിന്റെ മീനിങ് എങ്ങനെയാ വരുന്നത്? അപ്പൊ ചെയ്യും എന്നാണ് മീനിങ് വരുന്നത് കേട്ടോ. അപ്പൊ വിൽ ഡു, ചെയ്യും. വിൽ ഗോ, പോകും. വിൽ റീഡ്, വായിക്കും. വിൽ പ്ലേ, കളിക്കും. വിൽ സിറ്റ്, ഇരിക്കും. എങ്ങനെയാണ് മീനിങ് വരുന്നത് കേട്ടോ. മനസ്സിലാക്കി വെക്കാം. ഇനി ഇതിന്റെ നെഗറ്റീവ് സെന്റൻസ്, അതായത് ഇതിന്റെ നെഗറ്റീവ് പറയാനും വളരെ ഈസിയാണ്. നമുക്കിവിടെ വിൽ പ്ലസ് നോട്ട് ആഡ് ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഐ വിൽ ഡു, ഞാൻ ചെയ്യുന്നാണെങ്കിൽ ഐ വിൽ നോട്ട് ഡു, ഞാൻ ചെയ്യില്ല എന്നാണ് കേട്ടോ. ഐ വിൽ നോട്ട് ഡു, ഞാൻ ചെയ്യില്ല. ഐ വിൽ നോട്ട് കം, ഞാൻ വരില്ല. ഐ വിൽ നോട്ട് കം, ഞാൻ വരില്ല. ഐ വിൽ പ്ലേ, ഞാൻ കളിക്കുന്നാണെങ്കിൽ ഞാൻ കളിക്കില്ല എന്നെങ്ങനെ പറയാം? ഐ വിൽ നോട്ട് പ്ലേ, ഐ വിൽ നോട്ട് പ്ലേ, ഞാൻ കളിക്കില്ല. ഷീ വിൽ റീഡ്, അവൾ വായിക്കും. അപ്പൊ അവൾ വായിക്കില്ല എന്നെങ്ങനെ പറയാം? ഷീ വിൽ നോട്ട് റീഡ്, അവൾ വായിക്കില്ല. ദേ വിൽ ഗോ, അവർ പോകും. അപ്പം അവർ പോകില്ല. ദേ വിൽ നോട്ട് ഗോ. ദേ വിൽ നോട്ട് ഗോ, അവർ പോകില്ല. അപ്പൊ മനസ്സിലായല്ലോ വില്ലിന്റെ യൂസേജ്. ഇത് മനസ്സിലായല്ലോ. ഇതാണ് നമ്മളെ ബേസ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാട്ടോ. അപ്പൊ അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ നമ്മൾ വിൽ നോട്ട് എന്ന് പറഞ്ഞല്ലോ. വിൽ നോട്ട്, അതായത് വിൽ പ്ലസ് നോട്ട് ആണ് എന്ത്? വിൽ നോട്ട്. ഇതിന്റെ ഷോർട്ട് ഫോം ആണ് നമ്മൾ എന്ത് പറയുന്നത്? വോണ്ട് എന്ന് പറയുന്നത് കേട്ടോ. വോണ്ട്. ഈ വിൽ നോട്ടും വോണ്ടും സെയിം ആണ്. വിൽ നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് വോണ്ട്. നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് വോണ്ട് എന്നാണ് കേട്ടോ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ആരും കൺഫ്യൂഷൻ ആവരുത്. വിൽ നോട്ട് എന്ന് വെച്ചാൽ എന്താണ്? വോണ്ട് എന്നാണ് കേട്ടോ. ഇത് നമ്മളിത് അവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങളൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിക്കേ. ഫസ്റ്റ് സെന്റൻസ്, അയാൾ നാളെ തിരിച്ചു പോകും. ഞാൻ നിങ്ങളെ വീട്ടിൽ കാത്തിരിക്കും. എൻ്റെ ടീച്ചർ എന്നെ ശിക്ഷിക്കും. ഇതൊക്കെ എന്താണ്? ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് വെച്ചിട്ട് വേണം പറയാനായിട്ട്? വില്ല് വെച്ചിട്ട് വേണം പറയാനായിട്ടില്ലേ. അപ്പൊ ഇതെങ്ങനെ പറഞ്ഞു നോക്കാം? അയാൾ നാളെ തിരിച്ചു പോകും. അയാൾ ഹി ചെയ്യും എന്നല്ലേ. ഹി വിൽ. ഹി വിൽ എന്താണ് അയാൾ ചെയ്യുന്നത്? അപ്പോ ഹി വിൽ, അയാൾ ചെയ്യും. എന്ത്? തിരിച്ചു പോകുന്നാലേ. അപ്പൊ തിരിച്ചു പോകുന്നുള്ളതിന് എന്താണ്? പോകുക എന്നുള്ളത് ഗോ. തിരിച്ചു പോകുക എന്നുള്ളതോ ഗോ ബാക്ക് എന്നാലേ. അപ്പൊ ഹി വിൽ ഗോ ബാക്ക്. ഇനി എന്താണ്? നാളെ
ടുമോറോ. ഓക്കെ, അപ്പൊ ഹി വിൽ ഗോ ബാക്ക് ടുമോറോ. അയാൾ നാളെ തിരിച്ചു പോകും. ഞാൻ നിങ്ങളെ വീട്ടിൽ കാത്തിരിക്കും. ഇതെങ്ങനെ പറയാം? ഞാൻ നിങ്ങളെ വീട്ടിൽ കാത്തിരിക്കും. ഞാൻ ചെയ്യും എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം ഐ വിൽ, ഞാൻ ചെയ്യും. കാത്തിരിക്കും എന്നാലേ വെർബ് വന്നത്. അപ്പൊ എന്താണ്? വെയിറ്റ് എന്നാണ് അല്ലേ. ഐ വിൽ വെയിറ്റ്, നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഫോർ യു, ഐ വിൽ വെയിറ്റ് ഫോർ യു. ഇനി വീട്ടിൽ കാത്തിരിക്കുന്ന പറഞ്ഞത്. അപ്പം അറ്റ് ഹോം. ഐ വിൽ വെയിറ്റ് ഫോർ യു അറ്റ് ഹോം. ഞാൻ നിങ്ങളെ വീട്ടിൽ കാത്തിരിക്കും. എൻ്റെ ടീച്ചർ എന്നെ ശിക്ഷിക്കും. എങ്ങനെ പറയാം? എൻ്റെ ടീച്ചർ എന്നെ ശിക്ഷിക്കും. എൻ്റെ ടീച്ചർ എങ്ങനെ? മൈ ടീച്ചർ. എൻ്റെ ടീച്ചർ ചെയ്യും അല്ലേ. അപ്പൊ മൈ ടീച്ചർ വിൽ, എൻ്റെ ടീച്ചർ ചെയ്യും. എന്താ ചെയ്യാ? ശിക്ഷിക്കുന്ന പറഞ്ഞേ. അപ്പം വിൽ ശിക്ഷിക്കുക എന്നുള്ളതിന് പണിഷ്. അപ്പം മൈ ടീച്ചർ വിൽ പണിഷ് മീ. ഓക്കെ, മൈ ടീച്ചർ വിൽ പണിഷ് മീ. എൻ്റെ ടീച്ചർ എന്നെ ശിക്ഷിക്കും. ക്ലിയർ ആയല്ലോ ഇത്? അപ്പൊ ഇതാ നെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന സെന്റൻസുകൾ നോക്കി. ഇന്ന് മഴ പെയ്യും. ഇന്ന് മഴ പെയ്യില്ല. ഇന്ന് മഴ പെയ്യുമോ? ഇന്ന് മഴ പെയ്യില്ലേ? ഇതിലെന്താണ്? നെഗറ്റീവ് സെന്റൻസ് ഉണ്ട്, അതേപോലെ പോസിറ്റീവ് സെന്റൻസ് ഉണ്ട്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. അപ്പൊ ഇതൊക്കെ എങ്ങനെ പറയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഊഹിച്ചു നോക്കിയേ നിങ്ങള്. ഓക്കെ, അപ്പൊ ഇന്ന് മഴ പെയ്യും, ചെയ്യും എന്നാണ് അല്ലേ. അപ്പൊ എന്ത് വേണം നമുക്ക്? വില്ല് വേണം അല്ലേ. അപ്പൊ ഇന്ന് മഴ പെയ്യും അല്ലെ. ഇതൊരു കാലാവസ്ഥയെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ഇറ്റ് എന്നാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ എങ്ങനെ പറയാം നമ്മള്? ഇറ്റ് വിൽ, മഴ, റെയിൻ, ഇറ്റ് വിൽ റെയിൻ. ഇന്ന് എങ്ങനെ പറയാം? ഇറ്റ് വിൽ റെയിൻ ടുഡേ. ഇന്ന് മഴ പെയ്യും. ഇറ്റ് വിൽ റെയിൻ ടുഡേ. ഓക്കെ, ഇനി ഇന്ന് മഴ പെയ്യില്ല, നെഗറ്റീവ് ആണല്ലേ. അപ്പൊ എന്ത് വേണം? നമ്മൾ ചെയ്യില്ല എന്ന് പറയാനായിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യാ? വിൽ നോട്ട് ആണ് യൂസ് ചെയ്യാ അല്ലെ. അപ്പം ഇറ്റ് വിൽ നോട്ട് റെയിൻ ടുഡേ. ഇറ്റ് വിൽ നോട്ട് റെയിൻ ടുഡേ. ഇന്ന് മഴ പെയ്യില്ല. ഇനി ഇന്ന് മഴ പെയ്യുമോ? പെയ്യുമോ എങ്ങനെ ചോദിക്കാം നമുക്ക്? ഇതൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് ചോദിക്കാം. എങ്ങനെ? ആദ്യം നമുക്ക് വില്ല് യൂസ് ചെയ്യണം കേട്ടോ. ആദ്യം അത് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ എന്താണ്? ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണല്ലേ. പെയ്യുമോ, പെയ്യില്ലേ, എന്താണ് അതിന്റെ ആൻസർ? ഒന്നുകിൽ എസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമ്മൾ എപ്പോഴും എന്തായിരിക്കും? ഓക്സിലറി വേർബിലാണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ഓക്സിലറി വേർബ് എന്താണ്? വിൽ എന്നാണ് അല്ലേ. അപ്പം വിൽ ഇറ്റ്, ചെയ്യുമോ, വിൽ ഇറ്റ് ആണ് യൂസ് ചെയ്യാം കേട്ടോ. വിൽ ഇറ്റ് റെയിൻ ടുഡേ. ഇന്ന് മഴ പെയ്യുമോ? വിൽ ഇറ്റ് റെയിൻ ടുഡേ. മനസ്സിലായല്ലോ? വിൽ ഇറ്റ് റെയിൻ ടുഡേ. ഇനി ഇന്ന് മഴ പെയ്യില്ലേ എന്നാണ്. പെയ്യില്ലേ ഒരു നെഗറ്റീവ് ടച്ച് വരുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് വേണം? വില്ലിന്റെ നെഗറ്റീവ് എടുക്കണം. വില്ലിന്റെ നെഗറ്റീവ് എന്താണ്? വിൽ പ്ലസ് നോട്ട് ആണ് അല്ലേ. അപ്പൊ വിൽ പ്ലസ് നോട്ടിനെ നമ്മൾ എന്താണ് ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ എന്താ പഠിച്ചത്? വോണ്ട് എന്നാണ് അല്ലേ. അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, വോണ്ട് ഇറ്റ് റെയിൻ ടുഡേ. ഇന്ന് മഴ പെയ്യില്ലേ. വോണ്ട് ഇറ്റ് റെയിൻ ടുഡേ. ഓക്കെ, അപ്പൊ വോണ്ട് എന്ന് വെച്ചാൽ എന്താണ്? വിൽ പ്ലസ് നോട്ട്, വിൽ നോട്ട് ആണ് കേട്ടോ. മനസ്സിലായല്ലോ? അപ്പൊ ഇനി അടുത്ത് നോക്കിക്കേ. ഞാൻ ഈ വർഷം ജയിക്കും. ഞാൻ ഈ വർഷം ജയിക്കില്ല. ഞാൻ ഈ വർഷം ജയിക്കുവോ? ഞാൻ ഈ വർഷം ജയിക്കില്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ സെന്റൻസിന്റെ അതേ ഫോർമാറ്റ് തന്നെയാണ് വരുന്നത്. വേർബില് മാറ്റുണ്ടെന്നേ ഉള്ളൂ അല്ലേ. അപ്പൊ ഇതെങ്ങനെ പറയാം നമുക്ക്? ഞാൻ ഈ വർഷം ജയിക്കും. ജയിക്കും എന്നുള്ള, അതായത് ചെയ്യും, എന്താണ് നമ്മൾ യൂസ് ചെയ്യാ? വിൽ എന്നാണ് അല്ലേ. അപ്പൊ ഐ വിൽ ജയിക്കും. പാസ് ദിസ് ഇയർ. ഐ വിൽ പാസ് ദിസ് ഇയർ. ഞാൻ ഈ വർഷം ജയിക്കും. ഞാൻ ഈ വർഷം ജയിക്കില്ല. ജയിക്കില്ല എന്നാണ്, നെഗറ്റീവ് ആണ്. അപ്പം ഐ വിൽ നോട്ട് ആണല്ലേ. അപ്പൊ എങ്ങനെ പറയാം നമ്മള്? ഐ വിൽ നോട്ട് അല്ലെങ്കിൽ ഐ വോണ്ട് എന്ന് യൂസ് ചെയ്യാം കേട്ടോ. ഐ വോണ്ട് പാസ് ദിസ് ഇയർ. ഐ വോണ്ട് പാസ് ദിസ് ഇയർ അല്ലെങ്കിൽ ഐ വിൽ നോട്ട് പാസ് ദിസ് ഇയർ. ഞാൻ ഈ വർഷം ജയിക്കുമോ? എങ്ങനെ പറയാം? ചെയ്യുമോ എന്ന് പറയാനായിട്ട് നമ്മൾ എന്താ പഠിച്ചത്? വിൽ യു എന്നാണ് അല്ലേ. അപ്പം
ഇവിടെ സബ്ജക്റ്റ് ഞാൻ എന്നാണ് കേട്ടോ. അപ്പോൾ വിൽ ഐ പാസ് ദിസ് ഇയർ. വിൽ ഐ പാസ് ദിസ് ഇയർ. വിൽ ഐ പാസ് ദിസ് ഇയർ. ഞാൻ ഈ വർഷം ജയിക്കുമോ? ഇനി ഞാൻ ഈ വർഷം ജയിക്കില്ലേ. ഞാൻ ഈ വർഷം ജയിക്കില്ലേ. അപ്പൊ എങ്ങനെ പറയാം നമുക്ക്? വോണ്ട് ഐ പാസ് ദിസ് ഇയർ. വോണ്ട് ഐ പാസ് ദിസ് ഇയർ. ഞാൻ ഈ വർഷം ജയിക്കില്ലേ. അപ്പൊ ഇന്നത്തേക്ക് നമുക്ക് ഇത്രയും മതി കേട്ടോ. അപ്പൊ ഞാനിത് അവിടെ കുറച്ച് സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. അവർ ഇന്ന് വരും, അവരിന്ന് വരില്ല, അവരിന്ന് വരൂ, അവരിന്ന് വരില്ലേ. അപ്പൊ ഇത് നിങ്ങളൊന്ന് ചെയ്തിട്ട്, അതായത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇതൊന്ന് എക്സസൈസ് ആയിട്ട് കൊടുത്തത്. അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്തിട്ട് താഴെ കമന്റ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അടുത്ത നല്ലൊരു ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ.